ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ ഞങ്ങളെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സ് അവരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ അർത്തിങ്കൽ പള്ളി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സീറ്റും 2-3 ഒക്കെ അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസം ഞാനും അമ്മയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ അനിയത്തിമാരും ചേച്ചിമാരും അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കസിൻസ് ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മണർകാട് പള്ളിയിലേക്കാണ്. അവിടെ ഇപ്പോൾ പെരുന്നാൾ സീസണാണ്. ഇപ്പോൾ അവിടെ മാത്രമല്ല, ഒരുപാട് പള്ളികളിൽ ഇപ്പോൾ പെരുന്നാൾ സീസണാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലാണ് ഫസ്റ്റ് ടൈമായിട്ട് മണർകാട് പോയിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിരുന്നപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. പിന്നെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള ഫാമിലി ട്രിപ്പൊക്കെ പോകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. രാത്രി എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 7 മണിക്കാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കസിൻസിനാണ് എല്ലാവർക്കും ഭയങ്കര ചമ്മലാണ് കേട്ടോ. വ്ളോഗാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട്. ഭയങ്കര ചമ്മലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വെച്ചൂർ പള്ളിയിലാണ്. ഇപ്പോൾ വെച്ചൂർ പള്ളിയിലും പെരുന്നാളിൻ്റെ സമയമാണ്. അപ്പോൾ വെച്ചൂർ പള്ളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7-8 മണിയൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ പ്രാർത്ഥിക്കാൻ നേർച്ചയിലേക്ക് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ക്യൂ ആയിട്ടൊക്കെ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ച് നേർച്ചയ്ക്ക് ഇട്ടിട്ട് ഞങ്ങളതേ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പള്ളിയേക്ക് ചുറ്റി കണ്ടു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ചെറിയ ഒരു വണ്ടി പാർക്കിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. അപ്പോൾ ഈ ദിവസം വെള്ളം കൊടുക്കുവാണ്. ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ദാഹിച്ചപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കൊടുത്തു. അവർക്ക് പ്രത്യേകം ഞാൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. അവൾ ആ സീറ്റിലിരുന്ന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്ന ആൾ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവലൊക്കെ പോകുന്നത്. ഈ ദിവസം എന്തായാലും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ മണർകാട് പള്ളിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഇയർ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലവും, അതായത് എല്ലാ ഇയറും നമ്മൾ കൂടുതലും പോകുന്നത് മണർകാട് പള്ളിയിലും വല്ലാർപാടം പള്ളിയിലാണ് കേട്ടോ. മാതാവിൻ്റെ പള്ളികളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 പള്ളികളാണ് ഇത് രണ്ടും. ഫൈനലി ഞങ്ങൾ മണർകാട് പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഒത്തിരി വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അകത്തും പുറത്തുമായിട്ടൊക്കെ ഒത്തിരി ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസം വണ്ടി വെച്ച് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ നേർച്ചയിടാനായിട്ട് ക്യൂ നിൽക്കുവാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നേർച്ചയിടുന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുറത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പള്ളിയുടെ അകത്ത് നേർച്ചയിടുന്ന ആ ക്യൂവിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേർച്ചയ്ക്ക് ഇട്ടിട്ട് മാതാവിൻ്റെ നേർച്ചക്കുളം നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം കുളം സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് കൈയും കാലും മുഖമൊക്കെ കഴുകാം. അതായത് വിശുദ്ധിയോട് കൂടെ ആ വെള്ളം നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഉപയോഗിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പള്ളിയുടെ പുറത്തും അകത്തുമായിട്ട് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മരത്തിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നേരെ കുറച്ച് വൈകും തോറും ആളുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീടുകളിലേക്ക് പോയി തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു ഇത്. അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരത്തിലൊക്കെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങളത് നേരെ ഫീമെയിൽസിൻ്റെ കുളത്തിലേക്ക് പോയി. അപ്പോൾ ഈ ദിവസം ഞാൻ ഇങ്ങനെ കാല് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കാനായിട്ടാണ് നോക്കിയത്. പക്ഷെ അവൾ ഇറങ്ങാനായിട്ട് ഒരു പേടി കാണിച്ചു. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് തന്നെ അവളുടെ കാല് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവളുടെ മുഖമൊക്കെ കഴുകി കൊടുത്തു. ഞങ്ങളെല്ലാവരും മുഖവും കൈയും കാലൊക്കെ കഴുകി പ്രാർത്ഥിച്ചു. എല്ലാ പള്ളികളും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ മണർകാട് പള്ളിയുടെ സവിശേഷതയാണ് ഇങ്ങനെ കുളത്തിലിറങ്ങുക, പ്രാർത്ഥിക്കുക, ഈ വെള്ളം വിശുദ്ധിയോടുകൂടി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുഷ്ടചിന്തയോടുകൂടിയൊക്കെ ഈ വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുളത്തിലെ പാമ്പിനെ കാണും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെപ്പറ്റി പ്രത്യേക ഐഡിയ ഒന്നും ഇല്ല, അങ്ങനെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരു ചർച്ചാണിത്. അത്രയ്ക്കും ഫേമസ് ആണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് മണർകാട് പള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ നമ്മൾ വരിക, വല്ലപ്പോഴും കൂടെ ഇങ്ങനെ വന്ന് പോവുക, മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക. അത്രയും ബ്ലെസ്സിങ് ആയിട്ടുള്ള ചർച്ചയ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇവിടേക്ക് വന്ന് കാണുക, എല്ലാം നേരിട്ട് കാണുക. അത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. കാരണം ഈ ദിവസത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസൊക്കെ പകുതി വെച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.